അലോപ്പതി മാത്രമാക്കണ്ട, വൈദ്യരെ ചികിത്സ നടക്കട്ടെ. ചില രോഗികളത് ഫലം കാണുന്നുണ്ട്. എന്റെ അറിവിൽ തോന്നിയൊരു പരീക്ഷണം നടത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ സ്വയം താഴ്ത്തണ്ട. ആയുർവേദത്തെ താഴ്ത്തി കാണിക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. ഞാൻ അത്രക്കാരനല്ല. എന്റെ അച്ഛനും ഒരു ആയുർവേദ വൈദ്യരായിരുന്നു. ആഹാ, അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്. ചികിത്സയൊന്നും പക്ഷേ ഇപ്പില്ലേ. എന്റെ ഡോക്ടറെ, ആ സിസിലി മാഡത്തിന്റെ കയ്യിൽ ഇതൊന്നും മേടിച്ചെടുക്കാൻ പറ്റ പാട്. സംസാരം കേട്ടവർ മാതിരി ചൊറിഞ്ഞു വരും. ഇയാൾ ചൊറിയാനും പറയാനൊന്നും പോണ്ട. പോയി തന്നെ ജോലി നോക്ക്. ഓ, നീ ഇങ്ങനെ നോക്കി നിൽക്കാവുന്ന ഇളകി ശങ്കു. വാ, നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ചേച്ചി മോള് മരുന്ന്. എന്താ വല്ലാത്ത ചൊറിച്ചില് കാരണം പാടത്ത് പണിയെടുക്കാൻ പറ്റണില്ല. നല്ല ക്ഷീണം. വയസ്സായില്ലേ, ഇനി എന്ത് പണിയെടുക്കാൻ? ചൊറിഞ്ഞോണ്ട് എടുത്തിരുന്നാ പോരെ. ആ പോണം, അവിടെ മരുന്ന് തരും. ചേട്ടൻ വാ, അടുത്ത അളവിട്. ഇങ്ങോട്ട് വന്നു. ചേച്ചി വാ, ഇവിടെ വന്നു. വാ, കിട്ടിയെങ്കിൽ അങ്ങോട്ട്. എന്താ ആ പേര് പറഞ്ഞോ? പുരുഷൻ. അത് കണ്ടാലറിഞ്ഞൂടെ? തന്റെ പേരാ ചോദിച്ചത്. പുരുഷോത്തമൻ എന്നാ മുഴുവൻ പേരും. ആ, അങ്ങനെ മുഴുവനായിട്ട് പറ, എന്നാലേ അസുഖം മുഴുവനായിട്ട് മാറൂ. ആ മാഡത്തിന്റെ അടുത്തേക്ക് എങ്ങോട്ടാ? ഓ, ആ അടുത്ത ആള് കാർത്തു. എന്താ എഴുതണില്ലേ? എഴുതാം. നല്ല പേര്, കാർത്തു. എന്റെ പേരെന്താന്നറിയൂ? കാർത്തികേയൻ. കമ്പൗണ്ടർ കാർത്തികേയൻ. എളുപ്പത്തിന് കാർത്തിന്ന് വിളിക്കാം. കാർത്തു, കാർത്തി. കൊള്ളാല്ലേ? എന്താ അസുഖം? അത് ഡോക്ടറോട് പറഞ്ഞാ പോരെ? അത് ഡോക്ടറോട് പറഞ്ഞാ മതി. നമുക്ക് വേറെ പറയാനുണ്ട്, അത് പിന്നെ പറയാം. ഡോക്ടർ അടുത്തേക്ക് ചെല്ലും. ഒരു പട്ടിക്കാടാ. എന്ത് പറയാനാ, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയില്ലേ. ഇവിടെ ഭയങ്കര ചൂടാ, പോരാത്തതിന് പൊടിയും. എന്തൊക്കെയുണ്ട്? ഞാൻ പിന്നെ വിളിക്കാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഡോക്ടറെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും. നമ്മുടെ പണി ഇതൊക്കെയല്ലേ. ചെരുപ്പുമാല വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ അണിയിക്കാൻ? ഏയ്, ഇവിടെ തന്നെ ആവശ്യം വരില്ല. ഇനി വേണമെങ്കിൽ തന്നെ ഒന്ന് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. കാണാം. ഡോക്ടറെ അടുത്ത ആളെ കൂടെ വിടട്ടെ? വിട്. ഇങ്ങനൊരു ക്യാമ്പ് വേഗം സംഘടിപ്പിച്ച നന്നായി. പക്ഷേ ഈ മാലിന്യ നിക്ഷേപം തടയാൻ കഴിഞ്ഞാലേ പ്രയോജനമുള്ളൂ. മായമ്മ ടീച്ചറും രാധികയും ശക്തമായിട്ട് മുമ്പോട്ട് വരണം. ഡോക്ടറെ, ഞാൻ എത്തി. എങ്ങനെയുണ്ട് പുതിയ ദൗത്യം? മെനക്കെട്ട പണിയാണല്ലേ? പിന്നെ അല്ലാതെ. MLA പറ്റിച്ച പണിയാണോ എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഏയ്, ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുറച്ചു പേരുടെ ശ്രമഫലമാ. പിന്നെ റിപ്പോർട്ട് കൊടുക്കുമ്പോ കാര്യമായിട്ട് അസുഖമൊന്നും ഇല്ലാന്ന് വേണം എഴുതി പിടിപ്പിക്കാൻ. റിപ്പോർട്ട് എഴുതുന്ന ഞാനല്ലല്ലോ, അവിടെ ഇരിക്കുന്ന പുണ്യാളനാ. ഇവിടെ ഉള്ളവരെ മുഴുവനും രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാടില്ല. അയാളെ ഞാൻ കയ്യിലെടുത്തോളാം. നമ്മുടെ വഴിക്ക് നിൽക്കും. ഡോക്ടറെ കണ്ടോ? ഇതാര്? അമ്മണി അമ്മാളെ കണ്ടില്ലല്ലോ എന്ന് ഇപ്പൊ അങ്ങനെ ആലോചിച്ചോളൂ. അമ്മിണി അമ്മാളല്ല, ചിന്താമണി അമ്മാൾ. ചിന്താമണി അമ്മാള്. പെട്ടെന്ന് എന്റെ ചിന്തയിലേക്ക് അത് വന്നില്ല, അതുകൊണ്ടാ. എന്താ വിശേഷിച്ച്? ദാ, ഇത് തന്നെ വിശേഷം. ഇത് കുമാരിയുടെ കൊച്ച. ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാ. നോക്ക്, കണ്ടില്ലേ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചിരിക്കുന്നത്. അയ്യേ, ഇതിനെന്തിനാ ഡോക്ടറെ കാണുന്നത്? ദാ ഇത് കണ്ടോ, ഞാൻ സ്ഥിരമായിട്ട് ചൊറിയുന്ന തലോണ്. എന്തു കുഴപ്പം? നല്ല സുഖമല്ലേ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കാൻ? നിയമസഭയിൽ പോലും ഞാൻ ചൊറിഞ്ഞോണ്ടല്ലേ ഇരിക്കുന്നത്. അല്ല, കുട്ടിക്ക് നഖമില്ലേ? ഇല്ല. നഖം വളർത്തണ്ടേ? വാ. പരശു സാറേ, ഞാനിവിടെ ഉണ്ടേ. ഒന്ന് ഗവനിക്കാതെ പോയാലോ? ഞാൻ ദൂരെ നിന്നൊന്ന് ഗവനിച്ചതാ. അപ്പൊ വാസുക്കുട്ടൻ എന്നെ ഗവനിച്ചില്ല. ഒരിക്കൽ ഗവനിച്ചാൽ പിന്നെ കുറെ കഴിഞ്ഞ ഗവനിക്കാവൂ. ഈ ഗവനിക്കലിന്റെ ഒരു മനഃശാസ്ത്രം അങ്ങനെയാണ്. അവിടെ ഒന്ന് രണ്ടുപേരെ ഗവനിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇത് ഗവനിക്കേണ്ട അസുഖം തന്നെ. ഇതിനൂടെ ചികിത്സയില്ല, കുറെ ദൂരെ പോണം. ഇന്ന് വടിക്കാൻ പോയില്ലേ? വടിക്കാൻ ഇല്ല, വടിക്കത്തി ഒടിഞ്ഞു പോയി, അതുകൊണ്ട് പോയില്ല. എന്നാ ഒതുക്കത്തിൽ എവിടെയെങ്കിലും പോയി വാടോ. അയ്യോ കഷ്ടം. ആ മരിച്ചുപോയ കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണം. റിപ്പോർട്ട് എഴുതുമ്പോൾ ഞാൻ അതും കൂടെ സൂചിപ്പിക്കാം. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറെ,
ഇരിക്കി. ഇതല്ലേ ആ മായമ്മ ടീച്ചർ ഇവിടുത്തെ മാലിന്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന? അതെ. അതിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നായിരിക്കും രണ്ടാളും അല്ലേ? ഞാൻ വന്ന തടസ്സായില്ലല്ലോ. ഏയ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഡോക്ടറുമായി പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരോഗ്യമന്ത്രി ഞാനും കൂടി ഇന്നലെ ഡോക്ടറുടെ കാര്യം സംസാരിച്ചു. എന്നെ കുറിച്ചോ? എന്ത് കാര്യം? യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിൻഡിക്കേറ്റ് മെമ്പറായി ഡോക്ടറുടെ പേരാണ് പരിഗണിക്കുന്നത്. സംഗതി അതീവ രഹസ്യമാണേ. എന്തിന്? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടണോ? ഡോക്ടറുടെ ജനസമ്മതിയും കഴിവും പരിഗണിച്ച് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. വേണ്ട സാറേ, ഇതുപോലെ തലപ്പത്തുള്ള സ്ഥാനത്ത് ഇരിക്കുന്നേക്കാ താല്പര്യം എനിക്ക് പാവങ്ങളെ ശുശ്രൂഷിക്കുന്നു. ഈ ഡോക്ടർ എന്ത് മണ്ടത്തരായി പറയണത്? ഇതുപോലുള്ള സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി ഓരോരുത്തരും എന്തിനും തയ്യാറായി എങ്കിൽ നിൽക്കുമ്പോൾ അവർക്ക് തന്നെ കൊടുക്കണം. നിങ്ങൾക്കും ഗുണകരവും. എനിക്ക് താല്പര്യമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഇതുകൂടെ കൊടുത്തേക്കും. യെസ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പഴാ എനിക്ക് പിടികിട്ടിയത്. എന്ത്? അല്ല, പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിനൊപ്പം ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകളും ഒരു സുഖമുള്ളതാണല്ലോ. അല്ല, ഇത്തരം വിഷയങ്ങളിൽ ഡോക്ടർക്ക് ഒരു അല്പം താല്പര്യം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. മായമ്മ ടീച്ചർ, മേയറുടെ മകള്, പിന്നെ ഇവിടുത്തെ ചില അയ്യോ സാർ, പതുക്കെ. ആരെങ്കിലും കേട്ടാ? അപ്പൊ എന്തൊക്കെയോ ഉണ്ട്. സൂക്ഷിക്കണം. വല്ല പത്രക്കാർക്ക് സംശയം തോന്നിയാ പിന്നെ നാണക്കേടാണേ. മെഡിക്കൽ ക്യാമ്പിലെ സുഖചികിത്സ എന്നും മറ്റാവും തലക്കെട്ട്. സാറ് നേരത്തെ പറഞ്ഞ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനമില്ലേ, എനിക്കതിൽ താല്പര്യമില്ലാതില്ല. സാർ കാര്യമായിട്ടാണോ പറഞ്ഞ? പിന്നല്ലാതെ. അങ്ങനെ വഴിക്ക് വാ ഡോക്ടറെ. ഇപ്പോഴാണ് ഡോക്ടറായത്. അതേക്കുറിച്ച് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ ആരും കേൾക്കണ്ട. വേണ്ട. ഇതൊക്കെ അകത്തിരുന്ന് തന്നെ സംസാരിക്കണം. പുറത്തറിയണ്ട. മെഡിക്കൽ ക്യാമ്പിലെ ഡോക്ടർ MLA തല്ലിന്നറിഞ്ഞാൽ നാണക്കേട് ഡോക്ടർക്കാ. മെഡിക്കൽ ക്യാമ്പിലെ മാലപ്പടക്കം എന്നാവും പത്രത്തിൽ. പിന്നെ പോവാം. അപ്പൊ എല്ലാം അകത്ത് വെച്ച് പറഞ്ഞ പോലെ ഗസ്റ്റ് ഹൗസിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എപ്പോഴാണെന്ന് ഞാൻ മറന്നുപോയി. ഇതിന്റെ അകത്ത് കയറുന്നവർ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. എന്നാ പറഞ്ഞ പോലെ